ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിൽ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ പാത്രം ഒന്നും കേടാവാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് എടുക്കുന്നത് മൺചട്ടിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇത് ഉണ്ടാക്കാനായിട്ട് ടിന്നായിരുന്നു കേട്ടോ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ടിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് പാത്രം കേടാവാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള സൂത്രം കൂടിയാണ് ഞാനിതിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അതാ കണ്ടോ, ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഫോയിൽ പേപ്പർ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ അധികം ഇങ്ങനത്തെ ഫോയിൽ പേപ്പറിലാണ് നമുക്ക് പൊതിഞ്ഞ് തരിക. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് മാക്സിമം വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല പാത്രങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. കാരണം നമ്മുടെ പാത്രം കേടാവും. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഈ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ടിന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പാത്രം വല്ലതും ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ അതാ ഫോയിൽ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈലാഞ്ചിൻ്റെ മിക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇതിവിടെ മാറ്റി വെക്കുക. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നോരോന്നായി ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ. അത് ഒരു 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ശർക്കര, 1 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം. അത് 2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ഗ്രാമ്പു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര മാത്രമായിട്ടും പഞ്ചസാര ഒഴിവാക്കി ശർക്കര മാത്രമായിട്ടും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൺചട്ടി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ എല്ലാ സൈഡിൽ കൂടി നടുക്ക് കുറച്ച് ഭാഗം ഒഴിവാക്കുക. ഇപ്പോൾ ദാ ഞാൻ ഈ ഒരു പാത്രമാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാമെന്നോ, ഞാൻ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇടാൻ റിസ്ക് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ദാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ സൈഡിലേക്കും ഇതാക്കുക, നടുഭാഗം ഒഴിച്ചിടുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതുപോലെ സാസർ വെച്ച് കൊടുക്കാം കേട്ടോ, ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി ഇത് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ട് ഇനി അതിൻ്റെ മേലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിൻ്റെ മേലെ പാകത്തിനുള്ളൊരു പാത്രം വെക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേലേക്ക് വെക്കുക കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കിയെടുക്കുക. ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ട് കത്തിച്ച് നല്ലൊരു പുകയൊക്കെ വരണം. അപ്പോൾ അടിയിൽ നിന്ന് നല്ല പഞ്ചസാരയും ചായപ്പൊടിയും എല്ലാം കൂടി മെൽറ്റായി മേലേക്ക് എയർ പൊങ്ങിയിട്ട് ആ വെള്ളം ആ സസറിലേക്ക് ഇങ്ങനെ വന്ന് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിത് ഓഫാക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, തീ കത്തി വെള്ളം ഏകദേശം തലക്കെ വന്ന്, അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശ്രദ്ധിച്ച് കണ്ട് ആ പാത്രം ഒന്ന് എടുക്കുക. അപ്പം നല്ല എയർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ പാത്രം എടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ അതാ കണ്ടോ, നമ്മളെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഉള്ളിൽ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആ പാത്രം എടുക്കാം. അപ്പോൾ ഞാൻ ഇനി പാത്രം എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, മൈലാഞ്ചിൻ്റെ മിക്സും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. പുറത്തേക്കൊന്നും അതിൻ്റെ കരികളൊന്നും പോയിട്ടില്ല. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ചട്ടിയിൽ ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായി കേടൊന്നും വരാതെ കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ ഈ മൈലാഞ്ചി സ്റ്റോർ ചെയ്ത പാത്രത്തിലത്തെ കരി പോകും കേട്ടോ. അതുകൊണ്ട് ടെൻഷനില്ല, അത് നമുക്ക് കഴുകിയാൽ പോകുന്ന കരിയാണ്, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇപ്പം അത് മൈലാഞ്ചി മിക്സ് ആക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. വേണ്ട, നമ്മളെ പാത്രം കരി പിടിച്ച് കണ്ടോ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ടോ നല്ല ചുവന്ന കളറായി കിട്ടിയിട്ടുണ്ടോ കണ്ടോ. നല്ല ഇപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അവിടെ നമ്മളെ ഈ ചെറിയ പാത്രത്തിൻ്റെ അവസ്ഥ കൊണ്ട് ആരും ടെൻഷനാകൊന്നും വേണ്ട. ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം മൈദ ഞാനിതിലേക്ക് ഇട്ടുകൊണ്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കുറേശ്ശെ ഇട്ട് കൊടുത്തുകൊണ്ട് മിക്സാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതിൽ 2 ടീസ്പൂണോളം, ഒരു 1.5 ടീസ്പൂണോളം മൈദയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ അതാ മിക്സാക്കിയിട്ടുണ്ട്. ഇനി കൈമന്ന് ഇട്ട് കാണിച്ചു തരാം. അതാ നമ്മുടെ മൈലാഞ്ചി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ചോന്ന് കിട്ടും കേട്ടോ. നല്ല ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും ധൈര്യമായി ഉണ്ടാക്കി നോക്കിക്കൊണ്ടു. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്, എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം. ഇതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.